നമുക്ക് ഈ സമയത്ത് ഒന്ന് വീഡിയോ വാള് നിരവധി സിനിമകളിൽ അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരാൾ ചലച്ചിത്ര പ്രവർത്തകനാണ്. നിരവധി നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. ഉള്ളടക്കവും നിർണയവും പോലുള്ള സിനിമകൾ നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരാളാണ്. നമുക്ക് സോമേട്ടനെ കുറിച്ച് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ചെറിയാൻ കൽപ്പകവാടി എന്ത് പറയുന്നു കേൾക്കാം. സോമേട്ടനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ കൽപ്പകവാടിയിൽ ഇങ്ങനെ അവധിക്ക് വന്ന് നിൽക്കുമ്പം പെട്ടെന്ന് ഒരു കാർ വന്നിരിക്കുന്നു. രാവിലെ ആഹാരം കഴിക്കാനായിട്ട് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. എന്നെ പരിചയപ്പെട്ടു. എന്താ നിന്റെ പേരെന്ന് ചോദിച്ചു. ചെറിയാച്ചൻ എന്ന് പറഞ്ഞു. അപ്പം ഇതാ ഇവിടെ വരെയുടെ ഷൂട്ടിങ്ങിന് ഉദയയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം മിക്കവാറും തിരുവല്ലയിൽ നിന്നാണ് അദ്ദേഹം ഡെയിലി വന്നു പോകുന്നത്. അപ്പം ഏതാണ്ട് എല്ലാ ദിവസവും രാവിലെ വരാൻ തുടങ്ങി. വന്ന ഉടനെ ചെറിയാച്ചനെ വിളിക്ക് എന്ന് പറയാം. എനിക്ക് വന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക, സിനിമ ഗായത്രിയെല്ലാം കണ്ട് നമ്മളിങ്ങനെ ത്രില്ലടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം തന്നെ എടാന്ന് വിളിയായി, ചെറിയാച്ചെന്ന് വിളിയായി. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് എന്നോട് ഇത്ര. ഞാൻ ഒരു 10 വയസ്സിന് ഇളയതാണ്, 10-12 വയസ്സിന് ഇളയതാണ്. അപ്പോൾ ഒരു എന്നോട് ചോദിച്ചു, നീ ഇതാ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്, നിനക്ക് ഷൂട്ടിംഗ് കാണണമെന്ന് ചോദിച്ചു. കാണണമെന്ന് ഞാൻ ചാടി വണ്ടി കയറുന്നു. അന്ന് രാവിലെ പോയിട്ട് രാത്രി എന്നെ കൊണ്ടാക്കുന്നത്. സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ, ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ തുടങ്ങിയ ബന്ധം പിന്നെ മരിക്കുന്ന വരെയാണ്. ഞാൻ ലാസ്റ്റ് അവസാനം മരിക്കാൻ നേരത്ത് ഞാനും അദ്ദേഹത്തിന്റെ മരുമകനും കൂടാണ് കണ്ണടയ്ക്കുന്നത്, അദ്ദേഹത്തിന് കണ്ണടച്ച് വെക്കുന്നത്. ഈ സത്യൻ നസീർ സർ ആ കാലഘട്ടം കഴിഞ്ഞ് മമ്മൂക്ക ലാലേട്ടൻ കാലഘട്ടത്തിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കുറെ ഹീറോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് രവികുമാർ, സുധീർ, ജോസ്, വിൻസെന്റ്, രാഘവൻ. അവിടുത്തെ ആ ബാച്ചിലെ ഒരു സ്റ്റാർ സെറ്റിൽപ്പെട്ട ഈ സോമേട്ടൻ, സുകുമാരൻ സാറ്, ജയൻ സാർ, ഇങ്ങനെ ഒരു സംഘം കോളിളക്കത്തിലൊക്കെ രതീഷ് അതൊന്നും കഴിഞ്ഞിട്ടല്ലേ? രതീഷ് അത് കഴിഞ്ഞിട്ട്. അപ്പൊ ഹീറോ ആണ്. എത്രയോ സിനിമകളില് ഹീറോ ആണ്. ഈ ഹീറോ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ പിന്നെ ഹീറോയേ ആകുള്ളൂ, ഞാൻ അല്ലാത്ത വേഷങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്ന ഒരുപാട് അഭിനേതാക്കളുണ്ട്. പക്ഷെ സോമേട്ടൻ ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അല്ലാത്ത വേഷങ്ങൾ ചെയ്തിട്ടില്ലേ? സഹവേഷങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ രഞ്ജേട്ടൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അതിലൊക്കെ അവർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടാണ്. വേറൊരാൾ വരുന്നു, അയാൾ പെട്ടെന്ന് നായകനാവുന്നു. ജയനെ പോലെ ഒരാൾ, ഇപ്പൊ ജയൻ ഇതാ ഇവിടെ വരെയില് ആ വള്ളം ഊന്നുന്ന ആളാണ്. പിന്നീട് ജയൻ നായകനാകുമ്പോൾ അതിന്റെ ഒരു പ്രതിനായകനായിട്ട് അഭിനയിക്കാനൊന്നും സോമേട്ടനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അച്ഛനായിട്ടോ ചേട്ടനായിട്ടോ പ്രതിനായകനായിട്ടോ ഒക്കെ അഭിനയിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഈറ്റെന്നുള്ള സിനിമയിൽ സോമേട്ടൻ വില്ലനാണ്. അല്ലെ, ഞാൻ കേട്ടൊരു കാര്യമാണ്, എനിക്ക് കൺഫർമേഷൻ ഇല്ല. ഈ അങ്ങാടി എന്ന് പറയുന്ന സിനിമയിൽ ആദ്യം സോമൻ സാറിനെയാണോ പ്ലാൻ ചെയ്തിരുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട്. ശശിയേട്ടനായിട്ട് എന്തോ ഒരു അതിനു മുമ്പ് സാധാരണ IV ശശി, സോമേട്ടൻ ആ ടീമാണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ജയൻ എന്നുള്ള സംഭവം, ജയൻ പുള്ളി അങ്ങനെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, പുള്ളിയുടെ അസോസിയേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ആ സമയത്ത് സോമേട്ടനും ശശിയേട്ടനും തമ്മിൽ ചെറിയ സൗന്ദര്യം വീണ്ടും പിണക്കം. അങ്ങനെയാണ് ജയൻ. അതാണ് ഹീറോ ആവുന്ന, പുള്ളി സ്റ്റാർ ആവുന്ന സിനിമ തിരഞ്ഞെടുക്കുന്നതാണ് ഞാൻ. ട്രോളി പുള്ളേഴ്സും അത് ഡയലോഗ് എല്ലാം ഉള്ള ഡയലോഗുകളാണ്. പിന്നീട് ഒരു ടെംപ്ലേറ്റ് ആയ രഞ്ജേട്ടൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആ സിനിമയ്ക്ക് ശേഷം വന്ന എല്ലാ പോലീസ് ഹീറോ കഥാപാത്രങ്ങളായ സിനിമകളിലും സിസ്റ്റത്തിനെതിരെ പോരാടുന്ന പോലീസുകാർ എവിടേക്ക് വന്നോ അവർക്കൊരു മെന്റർ, അയാളെ നിയന്ത്രിക്കാനും അയാൾ ഒരാൾ പറഞ്ഞാലേ അനുസരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്, അതൊരു പക്ഷെ ആദ്യം വന്നത് IG ബാലേന്ദ്രൻ, കമ്മീഷണറിലെ IG ബാലേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഓൺ ദ റോക്സ് ആണ്. അതിലുണ്ട് ഓൺ ദ റോക്സ് വിട്ട് കളി. അപ്പോ ആ കഥാപാത്രത്തിലേക്ക് സോമേട്ടൻ എത്തിയത് എങ്ങനെയായിരുന്നു? അത് പിന്നെ ഞാൻ തലസ്ഥാനത്തിലുണ്ട്. തലസ്ഥാനത്തിലോടുകൂടി നമ്മള് പിന്നെ സോമേട്ടന്റെ അടിമയായി മാറുകയാണല്ലോ. അപ്പൊ സോമേട്ടൻ ഈ പറഞ്ഞ പോലെയാ. അത് നമ്മള് ഫോമലായിട്ട് സോമേട്ടനോട് വിളിച്ച് ഡേറ്റ് ചോദിക്കുകയോ ഒന്നും, ഇവൻ ജനാർദ്ദനും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളങ്ങനെ ചേട്ടാ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അതിന്റെ ഒരു ഫോർമാലിറ്റികൾ ഒന്നും തന്നെ അല്ലാതെ വേറെ ആൾക്കാരില്ലല്ലോ. അങ്ങനെ എനിക്ക് ജനാർദ്ദനെ കുറിച്ച് പറയുമ്പോ അത് പറഞ്ഞില്ലെങ്കിൽ, ജനാർദ്ദൻ ഇരിക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നു. ഇതിന്റെ അകത്തൊക്കെ ഒരു കാലവും ഒരു ചരിത്രവും ഒക്കെ ഏതൊക്കെയോ അർത്ഥത്തിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. പറയാം, തലസ്ഥാനത്തിന്റെ പൂജയ്ക്ക് ദീപം കൊളുത്തുന്നത് ജനാർദ്ദനാണ്. അപ്പൊ അറിയാമല്ലോ, തലസ്ഥാനമാണ് എന്റെയും ഷാജിയുടെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ ഒരു ആദ്യത്തെ
ഈ ഒരു പിന്നീടുണ്ടായ വിജയങ്ങളുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ജനാർദ്ദനാണ്. ആ സിനിമയുടെ വിളക്ക് കൊളുത്തുന്നു. അതിൻ്റെ ജനാർദ്ദൻ ഇങ്ങനെ തലയിലൊക്കെ കൈവച്ച് ഭയങ്കരമായിട്ട് നമ്മളെ ബ്ലെസ് ചെയ്തു. ഞാൻ പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു ജനാർദ്ദനെ വെച്ച് മണിയമ്പിള്ള രാജേട്ടൻ ജനാർദ്ദനെ വെച്ച് ഫസ്റ്റ് ഷോട്ട് എടുക്കണം കേട്ടോ. അത് ആദ്യം 2020 എന്ന് പറയുന്ന സിനിമ 2020 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇപ്പൊ ഇട്ട് കണ്ടോ? ആ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട്, ഫസ്റ്റ് ഡയലോഗ് ജനാർദ്ദൻ ചേട്ടൻ മൈക്കിൽ നിന്നത് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സിനിമ തുടങ്ങുന്നത് അല്ലേ? ഈ ഓരോ സിനിമകളിലും ഇവരൊക്കെ ഉൾപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ സിനിമകളിലും അത്തരം സ്നേഹബന്ധങ്ങൾ കാസ്റ്റിങ്ങിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് സാധിക്കുന്നൊക്കെ അറിയാം. അപ്പോൾ സോമേട്ടൻ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഈ ഒരു വേഷം മാത്രമാണ്, ലേലത്തിലെ ഒരു വേഷം മാത്രമാണ് തെറി പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങിച്ച വേഷം. ഞാൻ ചോദിക്കാൻ വരും രഞ്ജേട്ടൻ്റെ അടുത്ത്. കാരണം സോമേട്ടൻ ഒരു തവണ രഞ്ജേട്ടനോട് ഞങ്ങൾ പറഞ്ഞു കേട്ടാ, രഞ്ജേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് ചോദിച്ചു, എടാ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് നല്ലൊരു വേഷം നീ തരുമോ? അങ്ങനെയാണോ ചോദിച്ചത്? അങ്ങനെയാണോ പറഞ്ഞു? അത് കിങ്ങില് സോമേട്ടന് 2 സീനാണ് ഉണ്ടായിരുന്നത്. അലക്സാണ്ടർ ഒറ്റ സീൻ കൊണ്ട് തന്നെ അലക്സാണ്ടർ ഒരു സാമ്രാജ്യമായിട്ട് അവിടെ നിൽക്കുകയുണ്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് എഗെയിൻ സോമേട്ടനും മമ്മൂക്കയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ ലെങ്ത്, സിനിമ എന്താണ്ട് 3.5 മണിക്കൂറോറ്റോ ഉണ്ട് ഫൈനൽ എഡിറ്റ് വന്നപ്പോൾ. പിന്നെ അതിൽ നിന്ന് ആ ഒരു ടെമ്പോയെ ബാധിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിങ്കുകളെ ബാധിക്കാത്ത തരത്തിൽ നീക്കാവുന്ന ഒരു സീൻ സോമേട്ടൻ്റെ സീനാണ്. സോമേട്ടൻ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. സോമേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള ഒരു കൺഫ്രണ്ടേഷനാണത്. അതായത് അലക്സാണ്ടർ എന്ന അതികായൻ എന്നാണല്ലോ അതിൽ പറയുന്നത്. ആ അതികായന്റെ മുന്നിൽ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ചെറുതായി വിനീതനായി വിഭ്രാന്തികൾക്ക് നിരുപാധികം മാപ്പ്. നമുക്ക് ഒരു 5 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേശ് ചേട്ടൻ ദ റെസ്റ്റ് ഐ തിങ്ക് ഐ നോ എന്ന് പറഞ്ഞ് ബാക്കി പറയുന്നുണ്ട്. അതെ, മ്യൂട്ടിനസ് ഹലൂസിനേഷൻസ് ഓഫ് അഡോളസെന്റ് അബ്സോൾട്ട് പറയുന്ന സാധനം. അപ്പോൾ ഈ അഡോളസെന്റ് ആയിട്ട് വീണ്ടും സോമേട്ടന്റെ മുന്നിൽ മമ്മൂക്ക നിൽക്കുന്ന തരത്തിലുള്ള ഒരു സീനാണ്. അച്ഛനും മകനുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു, നമുക്ക് ബ്യൂട്ടിഫുൾ എന്ന് തോന്നിയ ഒരു സന്ദർഭമാണ്. അത് മുറിച്ചു മാറ്റിക്കളഞ്ഞു. സിനിമയിൽ വരുമ്പോൾ അതില്ല. അപ്പം അതെടുക്കാൻ വേണ്ടി കോഴിക്കോട് വന്ന് പിന്നെ അവിടെ നിന്ന് കണ്ട് ഊട്ടിക്ക് പോയിട്ടായിരുന്നു സോമേട്ടൻ. അത് കഴിഞ്ഞപ്പോൾ എന്നെ പച്ച ചീത്ത വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല വേഷം എഴുത്തടാ. അതാണ് ആനക്കാട്ടിൽ. ഓ